ഹലോ, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരിക്കും ഡയപ്പർ എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്നുള്ളത്. അതിനുള്ള ഈസി മെത്തേഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നോക്കിയാലോ. ഞാൻ ഇവിടെ ഒരു ബക്കറ്റിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എടുക്കുന്നത് 3 ഡയപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയപ്പേഴ്സ് കുറച്ചും കൂടി എടുത്ത് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഏറ്റവും ബെറ്റർ നമ്മൾ ഓരോ ദിവസത്തേത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എടുത്ത് വെക്കുന്നതിനെക്കാട്ടും നല്ലത് അതായിരിക്കും. പക്ഷേ എടുത്ത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ഇവിടെ ഓരോ ഡയപ്പറും ഇനി ഇതിലേക്ക് തട്ടി കൊടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് ഡയപ്പർ ഇങ്ങനെ എടുത്തിട്ട് ഇതൊന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. കത്രിക്കൊന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ വലിച്ചിങ്ങനെ കൊടുത്താൽ തന്നെ നമുക്ക് ഇത് ഓരോന്നും അതിലേക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ 3 ഇതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ അപ്പോൾ 1 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് മുങ്ങുന്ന തരത്തിൽ ഇപ്പോൾ ഇത് മൊത്തം ജെല്ലായി കിടക്കാം കേട്ടോ. നല്ല കട്ടിയുണ്ട് കേട്ടോ വെള്ളം, ഫുള്ള് ജെല്ലൊക്കെ ഇങ്ങനെ കിടക്കാം കേട്ടോ. ഇനിയും നമ്മൾ യൂറിൻ ആവാത്ത ഭാഗത്ത് ആ ഒരു ജെല്ല് പൊങ്ങാൻ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിൽ കിടന്ന് തന്നെ ആയിക്കോളും. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഡയപ്പർ തട്ടുന്നതിന് മുന്നേ ഡയപ്പർ നനച്ചിട്ട് തട്ടിക്കൊടുക്കാം. അപ്പം നമുക്ക് ആ ഒരു വേസ്റ്റ് വരുന്നത് നനവായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കമ്പോ വടിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കട്ടോ. ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാനിപ്പോൾ ഒരു കപ്പിൽ പകുതിയായിട്ട് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയൊരു കപ്പിൻ്റെ പകുതിയായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി അത് നമുക്ക് വിതറിയിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഇനി നമുക്കൊരു അരമണിക്കൂറിന് ശേഷം നോക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ നോക്കുന്ന സമയത്ത് 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നന്നായിട്ട് വെള്ളമായി കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു ജെല്ലും ഇല്ല. ഇത് നമുക്കിനി ചെടികൾക്കോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചോട്ടിലോ തെങ്ങിൻ ചോട്ടിലോ എവിടെ വേണമെങ്കിലും ഒഴിക്കാം. ചെടികൾക്കൊക്കെ നല്ലൊരു വളമാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിന് കളയട്ടോ. ഇനി ടോയ്ലറ്റിലോ ഒക്കെ ഒഴിക്കട്ടോ, ഒരു പ്രശ്നമില്ല. ഇതിനി തിരിച്ച് ജെല്ലാവാനൊന്നും പോണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടോയ്ലറ്റിലൊന്നും ഒഴിച്ച് വിചാരിച്ചിട്ടൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം ഇതട്ടോ. അപ്പം ഞാനിത് തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് ഒഴിക്കാൻ. നല്ലൊരു വളവാട്ടോ ഇത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.